നമ്മൾ ഇന്ന് വന്നിരുന്നത് വളരെ അഫോർഡബിൾ ബഡ്ജറ്റിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. ഈ കോളേജ് എന്ന് തുടങ്ങിയ ഹൗസിംഗ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1991 അതായത് അറൌണ്ട് 34 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ള കോളേജിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ BSc നഴ്സിംഗ്, GNM, അതുപോലെ തന്നെ അതിൻ്റെ PG കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, അങ്ങനെ നഴ്സിംഗും അതുപോലെ തന്നെ അതിൻ്റെ PG കോഴ്സസും ഈ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോളേജിനകത്ത് കയറിയിട്ട് ഈ 1991 തുടങ്ങിയ ക്യാമ്പസ് ആണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അകത്ത് കയറിയിട്ട് വാലിഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസ്സസ്, ലാബുകൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, കുട്ടികളുടെ റിവ്യൂ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കോളേജിനകത്തേക്ക് പോവാം. ഈ ഒരു ക്യാമ്പസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഹൗസി പറഞ്ഞു കൊടുക്കുക? ഈ ഒരു ക്യാമ്പസ് അതായത് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ഗേൾസ് ആണ് ഈ ഒരു ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ ബോയ്സിന് സീറ്റില്ല കേട്ടോ. അപ്പോൾ ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാമ്പസിനകത്ത് പോയി നോക്കാം. അകത്ത് പോയിട്ട് ഉള്ള കാര്യങ്ങളോട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഫർഹാൻ കോളേജ് ഓഫ് നഴ്സിംഗിലാണുള്ളത്. അപ്പോൾ നേരെ ഈ കോളേജിനകത്ത് കയറിയിട്ട് ഫുള്ള് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. വാ. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ബോയ് സ്റ്റുഡൻസ് ഒക്കെ നിൽപ്പുണ്ട്. പക്ഷേ അവർ ഇതൊരു എക്സാം സെന്റർ കൂടെയാണ്. അപ്പോൾ എക്സാമിനായിട്ട് വന്ന കുട്ടികളാണ്. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ് റൂംസും കാര്യങ്ങളും പ്രിൻസിപ്പൽ റൂമും സ്റ്റാഫ് റൂമും ഒക്കെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ലെക്ചർ ഹാള്, അതുപോലെ സ്റ്റാഫ് റൂംസ്, പ്രിൻസിപ്പൽ റൂമുകൾ, പിന്നെ ഓഫീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത്. തേർഡ്, ഫോർത്ത് ഫ്ലോറുകളാണ് ഇവിടെ ഗേൾസിനായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി വരുന്നത്. അതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഗേൾസ് മാത്രം ഉള്ളത് കൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഗേൾസ് ഹോസ്റ്റൽ വന്നാലും അവർക്ക് സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ബിൽഡിങ്ങിൽ ഫുള്ളായിട്ട് ഗേൾസിന് വേണ്ടി മാത്രമാണ്, ഗേൾസിന് വേണ്ടിയിട്ടുള്ള മാത്രം കോളേജാണ്. ബാംഗ്ലൂരിൽ ചില ക്യാമ്പസുകളിൽ മാത്രമേ ഉള്ളൂ ഈ ഹോസ്റ്റലും അതുപോലെ തന്നെ ലാബും ലൈബ്രറിയും ക്ലാസ് റൂംസും എല്ലാം കൂടെ ഒറ്റ ബിൽഡിങ്ങിൽ വരുന്നത്. അപ്പം ചില പേരൻസ് അങ്ങനെ ഉള്ള കോളേജിൽ വിടാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. കാര്യം കുട്ടികളെ പുറത്തോട്ടൊന്നും വിടണ്ട, ക്യാമ്പസും കാര്യങ്ങളും എല്ലാം സേഫ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വിടാനായിട്ട് പ്രിഫർ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കോളേജ് കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ ഉറക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സ്പേസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ തന്നെ ചിലപ്പോൾ ഒരു 4 പേര് കാണും. ചിലപ്പം ഉറക്കെ പഠിക്കുന്ന കുട്ടിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്ക് പുറത്ത് വന്നിരുന്ന് പഠിക്കാനൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ ഈ ഒരു കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെയായിരിക്കും. ഹോസ്റ്റലും മെസ്സും വലിയൊരു ക്യാമ്പസ് ലൈഫൊക്കെ പ്രതീക്ഷയുണ്ട്. പിന്നെ നഴ്സിംഗ് കോളേജെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ബെറ്റർ ആണ്. കാരണം അവർക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ക്ലാസ് റൂംസ്, പിന്നെ കുട്ടികളായിട്ട് സംസാരിക്കണം. ഇനി പിന്നെ ലാബ്, ലൈബ്രറി ഒക്കെ, ലാബിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ നോക്കണം. പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയെ പറ്റിയിട്ട് നോക്കണം. INC KNC അപ്പുറമുള്ള ഒരു കോളേജാണിത്. അതുപോലെ തന്നെ 4 ഡിഫറെൻറ്റ് കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഇവിടെ എക്സാം സെൻ്ററായിട്ട് ഈ ഒരു കോളേജിൽ വരുന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടെ ഓൾറെഡി എക്സാംസ് നടക്കുന്നുണ്ടായിരുന്നു. വേറെ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് എക്സാംസും വൈവൊക്കെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്രൂവലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. 100% അപ്രൂവൽ ഉള്ള ഒരു ക്യാമ്പസ് തന്നെയാണിത്. കോളേജിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഉള്ളൊരു സ്റ്റേജും അതുപോലെ തന്നെ സീറ്റിംഗ് ഏരിയയും ഒക്കെ ഉള്ള ഒരു ഗ്രൗണ്ട് പോലെ ഉള്ളത്. അതിന്റെ കൺസ്ട്രക്ഷൻ സത്യം പറഞ്ഞാൽ കൊള്ളാം. കാര്യം എല്ലാ സംഭവം ഒരു കൊടക്കീഴിൽ എന്ന് പറയുന്ന രീതിയിൽ എല്ലാം ഒറ്റ ഏരിയയിൽ തന്നെ. ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിൽ പോകേണ്ട ആവശ്യമില്ല ഒന്നിനും. ഭയങ്കര പ്രീമിയം ആണെന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാ സ്റ്റാൻഡേർഡുകളും ഉള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കും. കാരണം ഇവിടുത്തെ പഠിക്കുന്ന നമ്മൾ അടയ്ക്കുന്ന ഫീസിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കിയാൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ ആ ഫീസ് നോക്കുമ്പോൾ എന്തായാലും അതിനുള്ള വെർത്ത് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ താഴെയും ലെക്ചർ ഹോൾസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെ കമ്മ്യൂണിറ്റി ലാബ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കോളേജിലൊക്കെ പോയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കമ്മ്യൂണിറ്റി ലാബ് എന്താണ് കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവിടെയും കുട്ടികൾ ഇങ്ങനെ ഓരോരോ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ലാബ്സും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സും കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ലാബുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇവിടെയും ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒരു ടൈഫോ കൊടുത്തിട്ടുണ്ട്. സാധാരണ അത് കൂടുതലും നമ്മൾ ഫണ്ടമെൻ്റൽ ലാബ്സിലാണല്ലോ കാണുന്നത്. പക്ഷേങ്കിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലാബ് ഈസ് ഓക്കെ, ഗുഡ്, നല്ലൊരു ലാബാണ്. അപ്പോൾ
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ലാബിലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നഴ്സിംഗിൻ്റെ കോളേജ് ചെയ്തപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ലാബ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതായത് കുട്ടികൾക്ക് പോസ്റ്റിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെ കാണിക്കുന്നത് പോലെ. സോ ഇവിടെ എനിക്ക് ഈ കോളേജിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. കുറച്ചുകൂടി വലിയൊരു റൂം, കുറച്ചുകൂടി വലിയ സെറ്റപ്പുകൾ എല്ലാം. ഇപ്പം ഈവൻ നമ്മൾ നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ പോലും, ഒരു ഹാൻഡ് വാഷിംഗ് ഏരിയ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഈവൻ നമ്മൾ ഒരു ഹാൻഡ് വാഷിംഗ് ഏരിയ കൊടുത്തേക്കുന്നു, ഓരോരോ സ്റ്റേഷൻസ്, ഈ ഓരോരോ ടൈപ്പ് ഓഫ് പേഷ്യൻസ്. പിന്നെ അതുപോലെ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണത് കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടോ. കറക്റ്റായിട്ട് കേർട്ടൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഹോസ്പിറ്റൽസ് കണ്ടിട്ടില്ലേ, കറക്റ്റ് കേർട്ടൻസ് ഒക്കെ ഇട്ട് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏരിയ, അതിന് ശേഷം നമ്മൾ പ്രൊസീജിയർ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കേർട്ടൻസ് വരെ കൊടുത്തിട്ടാണ് ഈ ഒരു ലാബ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ലാബ് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഇത്രയും ദിവസം പോയി കണ്ട നഴ്സിംഗ് കോളേജിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫണ്ടമെൻ്റൽ ലാബാണ്. കുറച്ചുകൂടി വലിപ്പമുണ്ട്, കുറച്ചുകൂടി സെറ്റപ്പ് ഉണ്ട്, നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ OBG ലാബിലാണ്. ഇവിടെയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് കാര്യങ്ങൾ, ഇപ്പോൾ ഇത് കണ്ടോ, ഓരോരോ അതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വരെ എഴുതി കറക്റ്റായിട്ട്. ഇപ്പോൾ ഓരോ ബേബീസിൻ്റെ പ്രിസർവ്ഡ് ആയിട്ടുള്ള 24 വീക്സ് 20 വീക്സ് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള പ്രിസർവ്ഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് ഇട്ട ബോട്ടിൽസുകളുണ്ട്. ഓരോരോ ഇതൊന്നും ആക്ച്വലി ഒറിജിനൽ അല്ല, പക്ഷേ എന്നിരുന്നാലും അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. എനിക്കിവിടെ വന്നിട്ട് എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, എനിക്കിവിടുത്തെ ലാബുകൾ ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പോയി കണ്ട കോളേജുകളിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ലാബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന OBG ലാബ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളിപ്പോൾ തുറന്നു തരാൻ പറഞ്ഞിട്ട് നമ്മൾ വന്ന ഉടനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാബ് കയറി കണ്ടത്. അവർ നേരത്തെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ ആ ലാബ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിക്ക് നല്ലതായിട്ട് വെച്ചേക്കും. നമുക്ക് കുട്ടികൾക്ക് വരുമ്പോൾ തന്നെ ഒരു കൗതുകമൊക്കെ തോന്നി. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിലാണല്ലോ ഇവിടോട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കൗതുകമൊക്കെ തോന്നി, ഇവരങ്ങ് നമുക്ക് ഇഷ്ടപ്പെടും. അതേ രീതിയിൽ വെച്ചേക്കുന്നു. ഓക്കെ, ഇതാണ് അവരുടെ ഫിസിയോളജി ആൻഡ് അനാറ്റമി ലാബ്. നമ്മളിത് ഓരോ വീഡിയോയിലും കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഇത്ര ടൈപ്പാണ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പം നഴ്സിംഗ് കോളേജ് ഞങ്ങളുടെ കുറച്ച് മുമ്പത്തെ ചിലപ്പോൾ വേറൊരു കോളേജിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൽ കാണിച്ചതാണല്ലോ, പിന്നെ എന്തിനും ഇതിൽ കാണിക്കുന്നത്. അങ്ങനെയല്ല, ഓരോ കോളേജിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ലാബാണ്, അതുപോലെ തന്നെ ആ ലാബിലൊക്കെ എന്ത് ഫെസിലിറ്റീസ് ആണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ ലാബ് ഓരോ കോളേജിൽ വരുമ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഫിസിയോളജി ആൻഡ് അനാറ്റമി ലാബാണ്. ഈ ഒരു ലാബും കൊള്ളാം. നമ്മൾ കുറച്ച് മുമ്പ് OBG ആൻഡ് മറ്റേണലിൻ്റെ കണ്ടു, അതും നല്ലതായിരുന്നു. അതുപോലെ ഈ ഒരു ലാബും നല്ലതായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഡെമോ പീസ് പോലെ ഡിഫറെൻ്റ് ആയിട്ട് ഇവൻ കണ്ടോ, ടൂത്ത് പോലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ടൂത്ത്, ഹാർട്ട്, ബോർഡിലൊക്കെ നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് അതൊക്കെ വരച്ച് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ നല്ല ഭംഗിക്ക് വെച്ചേക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ സ്കെൽട്ടൺ കാണാൻ കഴിയും. ഇത് ഒറിജിനൽ സ്കെൽട്ടൺ ആണ്. അത് കൂടാതെ അവിടെ അല്ലാണ്ട് ഒറിജിനൽ അല്ലാത്ത സ്കെൽട്ടൺസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കോളേജുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലും കാണില്ല. കുട്ടികൾ ഇമാജിനറി ആയിട്ട് പഠിക്കണം, ബുക്ക് വായിച്ച് മാത്രം പഠിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഒരു ഡെമോ പീസ് പോലും കൊടുക്കില്ല. പക്ഷേ ഈ കോളേജിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫിസിയോളജി ആൻഡ് അനാറ്റമി സെക്ഷനിൽ തന്നെ ബോണിൻ്റെ ഏരിയ ആണ്. ഇതിൽ മിക്ക ഫുൾ ബോൺസും ഒറിജിനലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്രെയിനിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ടൂത്ത് ഒരു ഒറിജിനലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ഒറിജിനൽ ബോൺസ് ആണ് കൊടുത്തേക്കുന്നത്. ചിലത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അവർക്ക് അവൈലബിൾ അല്ലാത്തതായിരിക്കാം അല്ലാണ്ട് കൊടുത്തേക്കുന്നത്. ബാക്കി മോസ്റ്റ് ഓഫ് ദമും ഈ ഒരു റാക്കിലുള്ളത് ഫുൾ ഒറിജിനൽ ബോൺസ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫറാൻ കോളേജിൻ്റെ ലൈബ്രറിയിലാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ നഴ്സിംഗിന് വേണ്ടി മാത്രമുള്ള ലൈബ്രറിയാണ്. അതുകൊണ്ട് തന്നെ ബുക്സിൻ്റെ നമ്പേഴ്സ് മറ്റുള്ള വലിയ ലൈബ്രറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അറൗണ്ട് ഒരു 5000 ബുക്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സ്പെസിഫൈ ചെയ്ത് ഓരോ ഷെൽഫാക്കിയിട്ട് എല്ലാ ലൈബ്രറിയും ഓരോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് പഠിക്കാനും പറ്റും. റെഫറൻസ് സ്റ്റഡീസൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പറ്റുന്ന രീതിയിൽ ആണ് ഒരു ലൈബ്രറി അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി പോകാൻ പോകുന്ന ഇവിടുത്തെ മെസ് ഫെസിലിറ്റി ഒന്ന് നോക്കാനായിട്ടാണ്.
അത്യാവശ്യം കുഴപ്പമില്ല, വളരെ നീറ്റായിട്ട് തന്നെ ചെയ്ത്. കുട്ടികൾ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിടക്കുക. കോളേജ് നോക്കുമ്പോഴത്തേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബേസ് വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഡൈനിങ് ഹോളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഹലോ, രണ്ടുപേരും പേരെന്തായിരുന്നു? എൻ്റെ പേര് ബ്രിഞ്ചു. സ്ഥലം? കോട്ടയം. കോട്ടയം. മോളുടെ? ചെങ്ങന്നൂർ. രണ്ടുപേരും BSc ആണോ അതോ? BSc. ഏത് ഇയർ ആണടാ? ഫോർത്ത് ഇയർ ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ കോളേജിനെ പറ്റി, കോഴ്സിനെ പറ്റി നമുക്കൊരു റിവ്യൂ തരാമോ? ഓക്കെ, പറഞ്ഞു. എന്താ കോളേജ് എങ്ങനെയുണ്ട്? കോളേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞങ്ങളിവിടെ പഠിക്കാൻ വരുന്നത് വെച്ചാൽ ഇവിടെ മെയിൻലി ഒരു ഗേൾസ് കോളേജാണ്. ഓക്കെ. ഞങ്ങൾ എൻ്റെ വീട്ടുകാർ അതുപോലെ തന്നെ ഞാൻ നോക്കിച്ചാൽ ഇവിടുത്തെ മെയിൻലി പഠിത്തമാണ്. കാരണം ഇതെന്ന് പറയുന്നത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടൊരു കോളേജാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോളേജിന് പല റാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യത്തിലും, അതായത് ഡിസ്റ്റിങ്ഷൻ്റെ ഇതും കൂടുതൽ, നമ്പേഴ്സും കൂടുതലാണ്. ആണല്ലേ? അതെ, ഇവിടെ ഞങ്ങളുടെ കോളേജിന് റാങ്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരാണേലും ഞങ്ങളാണേലും മെയിൻലി പഠിത്തം അതാണ് ബേസ് ചെയ്തത്. അപ്പം ഇവിടെ അങ്ങനെ ഒരു ബേസ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻലി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നേരത്തെ ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞിട്ടാണ് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത്? ഞങ്ങൾ ഓൾറെഡി അന്വേഷിച്ചായിരുന്നു. അപ്പം ഇവിടെ ഇതിനെപ്പറ്റി ഇങ്ങനെ റാങ്ക് ഉണ്ട്, കുറെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, പഠിത്തമാണ് ബേസ്. അപ്പോൾ അത് അറിഞ്ഞാണ് മെയിൻലി വന്നത്. ഓക്കെ ഓക്കെ. മോളോ? സെയിം തിങ്. പലരും പറഞ്ഞായിരുന്നു. കാരണം ഇയേഴ്സ് ഓഫ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ട് കുറേ വർഷങ്ങളായി. സോ അറൗണ്ട് 34 years. എൻ്റെ ഫാമിലി പലരും ഈ കോളേജിനെ പറ്റി പറയും. പലരും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ വെൽ സർട്ടിഫൈഡ് അക്കാഡമിക് ഇതാണെന്നറിയാം. പിന്നെ ലെക്ചറേഴ്സ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ നമ്മുടെ ഒരു നമ്മുടെ ഫോൾട്ട് എന്താ, നമ്മുടെ ഡൗൺസ് എന്താ, അപ്സ് എന്തുവാ, അതൊക്കെ അനുസരിച്ച് അക്കാഡമിക് വൈസും അല്ലാതെ കരിക്കുലം കോ കരിക്കുലർ ആക്ടിവിറ്റീസും ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ്സ് ഒക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ഉണ്ടോ അതോ? എവറി ഇയർ ഓൾമോസ്റ്റ് ആ ഇയറിൻ്റെ സബ്ജക്ട്സ് വൈസ് തന്നെ നിങ്ങൾ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. അപ്പം നല്ല പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ഹോസ്പിറ്റൽസിൽ? ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഗേൾസ് മാത്രമേ ഏത് സബ്ജക്റ്റും ഏത് ടോപ്പിക്കും ഓപ്പൺലി നമുക്ക് സംസാരിക്കാം. ലൈക്ക് ഇപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ലൈക്ക് വേറൊരു ജെൻഡർ ഉള്ളപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഗേൾസ് ഉള്ളി ആകുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഏത് കാര്യവും മാമിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഓപ്പൺ ആയിട്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ്, അതൊക്കെ. ഞാനൊരു ഡേ സ്കോളർ. അപ്പോൾ മോളുടെ വീട് എവിടെ? അടുത്ത് തന്നെയാണ്? ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം നല്ലതാണ്. ഫുഡാണെങ്കിലും മലയാളി ഫുഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി ബംഗാളീസും ഉണ്ട്, മലയാളീസും. സോ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഫുഡ് ഉണ്ട്. കറി മാത്രം അങ്ങനെ. പിന്നെ മീൻസ് അവർക്കുള്ള ഡിഷ് വേറെ, ഞങ്ങൾക്കുള്ള ഡിഷ് വേറെ. പിന്നെ ഇവിടെ എല്ലാം കൊണ്ടും നല്ലൊരു കോളേജാണ്. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. പേരെങ്ങനെയാ മോളുടെ? പാർവതി. മൈക്ക് പിടിച്ചു. പാർവതി. മോളുടെ? നിരഞ്ജന. രണ്ടുപേരുടെ സ്ഥലം എവിടെയാ? ഞാൻ ഇടുക്കി. ഞാൻ വയനാട്. രണ്ടും ഹൈ റേഞ്ച്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ക്യാമ്പസ് എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മതി. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്യാമ്പസിൽ വന്നതിന് ശേഷം? കാര്യം വരുന്നതിന് മുമ്പ് കുറേ പെർസ്പെക്റ്റീവ് കാണും. ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ വരിക എന്നൊക്കെയുള്ള പെർസ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഈ ക്യാമ്പസ് എത്തിയോ എന്നുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗേൾസ് കോളേജാണ്. അപ്പം ഫുള്ളായിട്ട് എന്താ പറയുക, നമുക്ക് ഓപ്പണായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. മൊത്തം ചേച്ചിമാരാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. സീനിയേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കും. എല്ലാവരും നല്ല എന്താ പറയുക, നല്ലൊരു ഇതാണ്. ഓക്കെ. ഇവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ലാബും കാര്യങ്ങളും അത്യാവശ്യം നല്ലതാണ്. ഇപ്പം നന്നായിട്ട് പോകുന്നൊക്കെയുണ്ട്. പിന്നെന്താ, പഠിത്തത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്പൊക്കെയാണ്. അവരെന്ത് ഇതുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ക്ലിനിക്കൽസിന് കൊണ്ടുവന്ന ഹോസ്പിറ്റൽസ് എങ്ങനെയുണ്ട്? കാര്യം ഇവിടെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലാന്ന് അറിഞ്ഞു. ഇപ്പോൾ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എങ്ങനെയുണ്ട് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ? ഹോസ്പിറ്റൽസ് ഞങ്ങൾ എന്താ പറയുക, സെക്കൻഡ് ഇയറിലൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. പിന്നെ പ്രൈവറ്റിലൊക്കെ പോകും. പ്രൈവറ്റിൽ പോകുമ്പോൾ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അവർ എന്താ പറയുക ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ മൊത്തം കൂടുതൽ ഒബ്സർവേഷൻ ആയിരിക്കും. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം എന്താ പറയുക, മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഫുള്ള് നമുക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഈ ഒരു കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടൈപ്ഡ് ആണല്ലോ. ടൈപ്ഡ് ആണ്. ഓക്കെ ഓക്കെ.
ഞങ്ങളിവിടെ വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള ഒരു ലാബൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒറ്റ ഒരു ഏരിയയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് മിങ്കിളാവുമല്ലോ. ആ ഒരു പോസിറ്റീവാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവരുമായിട്ട് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വീട്ടിലുള്ളവർ, ഒരു ഹോസ്റ്റൽ ഇവിടെ തന്നെ, ക്ലാസ് റൂം ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ക്യാമ്പസിൽ. ഓക്കെ, പുറത്തോട്ടൊക്കെ പോകുന്നതിന് കറങ്ങാൻ അങ്ങനെയൊക്കെയുള്ള ഔട്ടിംഗ് പെർമിഷൻ വീക്കിൽ സൺഡേ ഒന്ന് കാണത്തുള്ളൂ. അതിപ്പോൾ എന്താ പറയുക, കൂടുതൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ 2 മണിക്കൂർ 10 to 12 ഇതിലൊക്കെയാണ്. പിന്നെ കിട്ടും എന്താ പറയുക, മാസത്തിലൊന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുവാണെങ്കിൽ നാട്ടിലോട്ട് പോകുന്ന ട്രാവലിംഗ് ഒക്കെ എങ്ങനെ നിങ്ങൾ ട്രെയിൻ ബസ്സിലോ ഇവിടുന്ന് മജസ്റ്റിക്കിൽ പോയിട്ട് അവിടുന്ന് അല്ല, അവിടുന്ന് ഡയറക്റ്റ്, അതായത് ഇവിടുന്ന് ഊബറിലോ അല്ലെങ്കിൽ എന്തിലേലും പോയിട്ട് അവിടുന്ന് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നവരെ ട്രെയിനിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നാറില്ല. പിന്നെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ഓക്കെ, ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ റൂം കാര്യങ്ങളൊക്കെ സ്പേഷ്യസ് ആണോ? നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. ഈ ഹോസ്റ്റൽ, അതായത് ഇപ്പം പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹോസ്റ്റലിൽ ഇപ്പം മറ്റുള്ള ഡിസ്റ്റർബ് ചെയ്യാൻ പഠിക്കണം, താഴെ വന്നിരുന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്? ഞങ്ങൾക്ക് രാത്രിയിൽ ക്ലാസ് റൂംസ് പറഞ്ഞുതരും. പിന്നെ 8 to 10 ഞങ്ങൾക്ക് സ്റ്റഡി അവർ ഉണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തിരുന്ന് പഠിക്കണം. അപ്പം മാം അത് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയുണ്ടല്ലേ? 2 hours സ്റ്റഡി ഹവേഴ്സ് ഉള്ള കാരണം അപ്പം ടീച്ചേഴ്സും എല്ലാം ഈ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റൽ വാർഡൻ നിങ്ങൾ മോണിറ്റർ ചെയ്യും അല്ലേ? എനിക്കൊന്ന് ക്യാമ്പസ് ഫുള്ള് വൈഫൈ ആണെന്ന് തോന്നുന്നു. വൈഫൈ ആണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് വൈഫൈ കിട്ടാറുണ്ടോ? വൈഫൈ കിട്ടാറുണ്ട്, പക്ഷേ അതിന് പാസ്വേഡ് സ്റ്റുഡൻസ് ഇല്ലേ? ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഫറാൻ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ടിഷ മാം ആണ്. ആക്ച്വലി നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആള് മലയാളിയാണ്. അപ്പോൾ നമുക്ക് മലയാളി കുട്ടികൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ മാഡത്തിന് തരാൻ സാധിക്കും. അപ്പം മാഡത്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ആക്ച്വലി മാഡം എത്ര വർഷമായിട്ട് ഈ ക്യാമ്പസിൽ പ്രിൻസിപ്പളായിട്ട്? ഞാൻ ഫറാനിൽ ഇപ്പോൾ ഒരു 12 years ആയിട്ട് വർക്ക്. 12 years ആയിട്ടുണ്ടോ? ഓക്കെ. ആദ്യമേ ലെക്ചറായിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ ലൈക്ക് പ്രൊമോഷൻസായി പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ ഒരു 6-7 years ആയി. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് മെജോറിറ്റി നമുക്ക് മലയാളീസ് ആണ് വരുന്നത്. പിന്നെ 1 or 2 ലൈക്ക് ഇൻ നോർത്ത് ഈസ്റ്റേൺ നേപ്പാളീസ്, അങ്ങനെ മജോറിറ്റി മലയാളി പിള്ളേരാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ? നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഫീലുണ്ടോ? പിള്ളേർ ലൈക്ക് ഇപ്പം ഏർലിയർ നമുക്ക് കുറച്ച് നേപ്പാളി പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മലയാളീസാണ് വരുന്നത്. ഇപ്പം നല്ല പിള്ളേരാണ്, ലൈക്ക് നല്ലതായിട്ട് പഠിക്കുന്ന നല്ല പിള്ളേരാണ് കിട്ടുന്നത്. എല്ലാം നല്ല ഹൈ പെർസെൻറ്റേജ് 80 above ഒക്കെയുള്ള നല്ല പിള്ളേരാണ് വരുന്നത്. അപ്പം നമ്മളുടെ ക്ലാസ്സസ് ആണെങ്കിലും നമ്മൾ ലൈക്ക് ഇവിടെ ക്ലാസ്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. ചെയർമാൻ സാർ അതിനെല്ലാം നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ടീച്ചേഴ്സ് അതിനായിട്ട് എല്ലാം നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതായിട്ട് ക്ലാസ് എടുത്ത് ആ ഒരു ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ നോട്ട്സ് കൊടുത്ത് അങ്ങനെ നമ്മൾ പിള്ളേരെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് സക്സസ് റേറ്റ് ഒത്തിരി ഹൈ ആണ് നമുക്ക്. അപ്പോൾ റിസൾട്ട്സ് വരുമ്പോഴത്തേനും മിക്കവാറും നമുക്ക് 100% റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ അവിടെ ഇവിടെ 1-2 സബ്ജക്റ്റ് പോയാലേ ഉള്ളൂ. നല്ല റിസൾട്ട്സ് ആണ് എല്ലാ പ്രാവശ്യവും നമുക്ക്. കുട്ടികളോട് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ഡെയിലി 2 hours അവർക്കൊരു സ്റ്റഡി ടൈം ഉണ്ട്. വാർഡൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മാം, ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പല നഴ്സിംഗ് കോളേജ് കാണുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്യാമ്പസിൽ ഞങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല, പക്ഷേ ഹോസ്പിറ്റൽ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് ടൈപ്ഡ് ആയിട്ടുള്ളത്? എങ്ങനെയാണ് ഇവർക്ക് ഒരു ക്ലിനിക്കൽസ് പോസ്റ്റിംഗ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഇവരുടെ സ്പെഷ്യാലിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസിലാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി ഒക്കെ വരുമ്പോൾ അതിന് നമുക്ക് സ്പന്ദന ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ ചൈൽഡ് ഹെൽത്ത് പീഡിയാട്രിക്കിന് വരുമ്പോഴത്തേനും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ഇതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽസാണ്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ മെഡിക്കൽ സർജിക്കലിന് വേണ്ടി നമുക്ക് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പിള്ളേരെ വിടുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു പാരന്റ് ഹോസ്പിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 100-150 ബെഡിൻ്റെ ഒരു പാരന്റ് ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഈ വർഷം റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കായിട്ട്. ഓക്കെ ഓക്കെ. ഇനി എന്താണ് മാഡത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ കണ്ടിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ക്യാമ്പസ്?
പറയുവാണെങ്കിൽ ആക്ച്വലി ഞങ്ങളുടെ കോളേജ് ഒത്തിരി ഒരു പഴയ കോളേജാണ്. 1991 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ മോർ ദാൻ 30 ഇയേഴ്സായി, 34-35 ഇയേഴ്സ് ആയ ഒരു കോളേജാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്ര വർഷമായിട്ട് ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ അഡ്മിഷൻസൊക്കെ എല്ലാ വർഷവും ഫുള്ളാണ്. So if you are aspiring for a nursing, like ഒരു nurse-ആയിട്ട് ഒരു future-ആയിട്ട് if you are aspiring, I think this will be the best option. Okay, you can come over to Farhan. So you will have a good ambience over here, very peaceful atmosphere. We have well-equipped labs are here. So എല്ലാം ഉണ്ട്, nicely qualified good faculties we have. So please come over to Farhan. Like we'll be like joining together here as a Farhan family. അതെ, നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കിയായിരുന്നു വെച്ചാൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള അവർക്ക് എവറിത്തിങ് കംസ് അണ്ടർ ഇൻ വൺ റൂഫ്. ആ ഒരു രീതിയിലാണ്. കാര്യം ഹോസ്റ്റലാണെന്നുണ്ടെങ്കിലും മെസ് ആണെന്നുണ്ടെങ്കിലും ലാബ്, ലൈബ്രറി, ക്ലാസ് റൂംസ്, എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ കിട്ടുന്ന ഒരു ക്യാമ്പസാണ്. എക്സ്പെഷ്യലി നഴ്സിംഗിന് ഗേൾസിന് വിടുന്ന കുട്ടികൾ. കാര്യം പാരൻസിനെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാര്യം പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ക്യാമ്പസിൽ, അങ്ങനെ പ്രിഫർ ചെയ്യുന്ന പാരൻസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതുപോലെ തന്നെ സൺഡേസിൽ 2 hours മാത്രമേ കുട്ടികളെ പുറത്തോട്ട് വിടാറുള്ളൂ. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആണ്. എന്നാൽ തന്നെ ഫാക്കൽറ്റീസൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യുന്നത്. കുട്ടികൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുമാത്രമല്ല നമുക്ക് എല്ലാ കോഴ്സസും ഇവിടെ ഉണ്ട്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഡിപ്ലോമ, BSc, പോസ്റ്റ് ബേസിക് BSc, ആൻഡ് വി ആർ ഓഫറിങ് ഓൾ ദ 5 സ്പെഷ്യാലിറ്റീസ്, മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ഓൾസോ. അപ്പോൾ എല്ലാ കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാ കോഴ്സസും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു. അപ്പോൾ ഫൗസി, നമ്മൾ ഈ കോളേജ് കണ്ടതിൻ്റെ ഒരു 360 ഡിഗ്രി നമ്മൾ കണ്ടു ഈ കോളേജ്. അപ്പോൾ ഈ കോളേജിൻ്റെ ഫുൾ റിവ്യൂ ഫൗസി എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഈ കോളേജിൽ വന്നിട്ട് അതായത് കുട്ടികളെ കണ്ടു, കുട്ടികളുടെ റിവ്യൂസ് എടുത്തു, ലാബുകൾ, ക്ലാസ് റൂംസ്, ടീച്ചേഴ്സ്, ഈവൻ പ്രിൻസിപ്പളെ നമ്മൾ കണ്ടു. സോ അതിനെല്ലാം ശേഷം ഞങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ ഒരു 9 lakh ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു കോളേജിൽ എല്ലാ ഫെസിലിറ്റീസും നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടി, ഈവൻ ഡിപ്ലോമ തുടങ്ങി അവരുടെ മാസ്റ്റേഴ്സ് വരെയുള്ള കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ആ ഒരു റേറ്റിനും ആ ഒരു കാര്യത്തിനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് ഈ കോളേജിനുണ്ട്. ലാബുകളായാലും നല്ലതാണ്, ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്. എന്തുകൊണ്ടും നല്ലൊരു കോളേജ് അല്ലേ. പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മലയാളീസാണ്, എല്ലാ മലയാളി കുട്ടികളാണ്. അവർ തന്നെ പറഞ്ഞു വളരെ കുറച്ച് 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ മലയാളീസ് അല്ലാത്തത് അവരുടെ ഓരോ ബാച്ചിൽ. എല്ലാവരും മലയാളി കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കാൻ പറ്റിയ കോളേജ്. പിന്നെ ഫുഡ് ആയാലും മലയാളീസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവം നോക്കിയാൽ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കോളേജ്, ഗേൾസ് കോളേജ് ഫുൾ എല്ലാവരും മലയാളീസ്. ഈവൻ ടീച്ചേഴ്സും മോസ്റ്റ്ലി മലയാളീസ്, പ്രിൻസിപ്പൽ മലയാളി, എല്ലാവരും അങ്ങനെ ഒരു മലയാളി ക്യാമ്പസിൽ വന്ന പോലെ. അതുമല്ല കുട്ടികൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എഡ്യൂക്കേഷനിൽ, റാങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ്, നമ്മൾ കുറേ കോളേജ് നഴ്സിംഗിന് കണ്ടു, വൺ ഓഫ് ദി നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ്. സോ ഈ കോളേജിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും അതുപോലെ അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ ബൈ.